ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ CNC സാമ്പിൻ്റെ APKയും ഫയലും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഓക്കെയാണ് ബ്രോ കിടിലം ആണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, അതിൽ സന്തോഷം. പക്ഷേ കുറേ പ്ലേയേഴ്സിന് എന്താണ് ബ്രോ ക്രാഷ് ഇഷ്യൂ ഉണ്ട്, അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ ക്രാഷ് ഇഷ്യൂ ഉണ്ട്. പിന്നെ കുറേ പേർക്കാണെന്ന് വെച്ചാൽ ബ്ലാക്ക് സ്ക്രീൻ കാണിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ പേർക്ക് മറ്റേ ഓട്ടോ ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു 60% പ്ലേയേഴ്സിനും ഓക്കെ ആയിരുന്നു. പക്ഷേ കുറച്ച് പേർക്ക് ഈ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായെന്ന് എനിക്കറിയാം. അപ്പോൾ അതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഫിക്സ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, CNC സാമ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് വേറെ സാമ്പ് എടുക്കുക ഗൈസ്. കാരണം വേറെ വഴിയൊന്നുമില്ല. പിന്നെ കുറേ പേരെന്തോ ഡിവൈസിന് സപ്പോർട്ട് ആവത്തില്ല, അങ്ങനെ അത് നിങ്ങളുടെ ഡിവൈസിന് സപ്പോർട്ട് ആവാനായിട്ടാണ്. അതിന് വേറെ ഒരു വഴിയില്ല ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്, അത് നിങ്ങളുടെ ഡിവൈസിന് സപ്പോർട്ട് ആവത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കൂടുതലൊന്നും പറയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ CNCയുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാനൊരു DC ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്താണ് നമ്മുടെ സബ്സ്ക്രൈബർ മീറ്റപ്പും ഗീവ് അവേയും അതുപോലെ തന്നെ VIP ടാസ്ക് വെച്ചിട്ട് VIP ഐറ്റംസൊക്കെ കൊടുക്കാനായിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, അതിന് മുമ്പ് ഞാൻ എല്ലാ വീട്ടിലും പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. KPRP എന്ന് പറഞ്ഞൊരു സാമ്പിൾ സെർവർ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു 60 to 120 പ്ലേയേഴ്സ് മിക്ക ടൈമിലും കാണാറുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അത് നോക്കി ജസ്റ്റ് ജോയിൻ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തേക്കും. അതിനകത്ത് ഞാൻ ബേസ് APK എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഉണ്ട്. ആ ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അതാണ് നമ്മുടെ ബേസ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന കണക്കാൻ നിങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്യുക. മൂന്നൊന്ന് കോപ്പി ചെയ്തിട്ട് നേരെ നമ്മളെ ഡിവൈസിനകത്ത് ആൻഡ്രോയിഡിൽ ഡേറ്റയിൽ നമ്മുടെ സാമിൻ്റെ ഫോൾഡർ ഉണ്ട്, അതിനകത്ത് കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അത് പേസ്റ്റ് ചെയ്തതിന് ശേഷം അത്രയേ ഉള്ളൂ. ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഫുള്ള് ലോഡ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നേരെ നമ്മുടെ CNC സാമ്പ് ലോഞ്ചർ എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓട്ടോ ബാക്ക് ഇഷ്യൂ അല്ല ബ്ലാക്ക് സ്ക്രീൻ ഇഷ്യൂ ഉള്ളവർ നോക്കുക, അത് പോയൊന്ന് നോക്കുക. അത് പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിട്ടുണ്ട്. ബാക്കി പണിയിലേക്ക് നമുക്ക് കിടക്കാം. ഇല്ല, അത് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ നേരെ ഡിലീറ്റ് ചെയ്ത് കളയുക, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് പിന്നെ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ GPU ഏതാണെന്ന് നിങ്ങൾ നോക്കുക. നമുക്ക് ഗ്രാഫിക്സ് അപ്ലൈ ചെയ്യാനാണ് GPU ഏതാണെന്ന് നോക്കുക. അതിന് വേണ്ടി പ്ലേ സ്റ്റോറിൽ നിന്ന് GPU Z എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് അതിനകത്ത് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന കണക്ക് തന്നെ GPU കാണാൻ പറ്റും. അതിനകത്ത് മാലി, അഡ്രീനോ, PVR ഇങ്ങനെ 3 ഓപ്ഷൻസാണ് കാണുക. അപ്പോൾ അതിനകത്ത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഞാൻ രണ്ടാമതൊരു ഫയൽ കൊടുത്തേക്കും. ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കാം. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒരു ഫോൾഡർ എക്സ്ട്രാക്ട് ചെയ്ത് ഇടുക. അതിനുശേഷം നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിനകത്ത് TXB അല്ലെങ്കിൽ TXT അങ്ങനെ നമുക്ക് കാണും. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. TXB ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് കുറേ GTA അങ്ങനെ 3-4 ഫയൽ, അതിനകത്ത് ആ ഫയൽസ് 3 ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് റീനെയിം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അത് ജസ്റ്റ് ക്ലിയർ ചെയ്യുക. നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ മറ്റേ GPU ഏതാണെന്ന് നോക്കുക. ആ GPUവിനനുസരിച്ച് നിങ്ങൾ റീനെയിം ചെയ്യും. അപ്പോൾ എൻ്റെത് 4 ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ETC ആണ് വരണേ. പിന്നെ അഡ്രീനോ ആകുമ്പോഴത്തേക്ക് അത് DXT വരും. അതുപോലെ PVR പവർ VR ആണെങ്കിൽ PVR എന്ന് വരും. അപ്പോൾ അതിനനുസരിച്ച് GPU അതായത് ആ ഒരു നെയിം ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. റീനെയിം എന്നുള്ളത് അടുത്ത് ഈ 3 അടിക്കണം, സൈഡിലായിട്ട് കൊടുത്തേക്ക്. അത് നോക്കി അടിച്ചാൽ മതി. അങ്ങനെ 3 ഫയൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്തുള്ള 3 ഫയലിലും ആ റീനെയിം എന്നുള്ള അടുത്തല്ല നിങ്ങളുടെ GPU ഏതാണോ അതിനനുസരിച്ച് DXT ETC അല്ലെങ്കിൽ PVR അതിനകത്ത് ഏതാണെന്ന് നോക്കി ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യാം. അതിനുശേഷം ആ ഫയലിൽ അതേ കണക്കൊന്ന് സെലക്റ്റുകൾ കൊടുക്കുക. അതിനകത്ത് ആ സിപ്പ് ഫയൽ ഒഴിവാക്കുക. ബാക്കിയുള്ള എല്ലാം സെലക്റ്റുകൾ കൊടുത്ത് നേരെ കോപ്പി ചെയ്ത് എവിടെ നേരത്തെ നമ്മൾ ഇട്ട പോലെ തന്നെ ആൻഡ്രോയിഡ് ഡേറ്റയിൽ നമ്മുടെ ഗെയിം ഫയലിൻ്റെ ആ ഒരു ഫോൾഡറിൽ കുറിച്ച് തന്നിട്ട് എന്ത് ചെയ്യുക, ഫയൽസ് ഓപ്പൺ ചെയ്യുക. അതിനകത്തൊരു ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ വേണം പേസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റീപ്ലേസ് എന്ന് ചോദിക്കുക. അപ്പോൾ അവിടെ അപ്ലൈ കൊടുത്ത് റീപ്ലേസ് കൊടുക്കുക. ഓക്കെ, അല്ലാതെ മറ്റേ ആ ഒരു ഫയൽസിനകത്ത് തന്നെ കറക്റ്റായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഫയൽസ് തന്നെ അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ വർക്ക് ആവത്തില്ല. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫയലിലെല്ലാം വീണിട്ടുണ്ടാവും. എന്നിട്ട് വീഴാത്തവർ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. പക്ഷേ ക്രാഷ് ഇഷ്യൂ ഉള്ളവർ ഒരു കാര്യം ചെയ്യുക, ഞാൻ അതിൻ്റെ താഴെയായിട്ട് 3ാമതൊരു ഫയൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫയലിനകത്ത് എന്ത് ചെയ്യുക, ഒന്നും കൂടെ ആ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇതിനകത്ത് റീപ്ലേസ് അടിച്ചു കൊടുക്കുക. ഈ നേരത്തെ ചെയ്താണെങ്കിൽ തന്നെ നമുക്ക് GPU ഒന്നും മാറ്റേണ്ട, ഡയറക്റ്റ് റീപ്ലേസ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഫയൽ ചെയ്ത കണക്ക് തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് റീപ്ലേസ് കൊടുക്കുക. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രാഫിക്സ് ഉള്ള ഫയൽ കിട്ടും. പക്ഷേ അതിന് ക്രാഷ് ഇഷ്യൂ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഒട്ടുമില്ല. നല്ല ഫയലാണ്. ഓക്കെ, അപ്പോൾ ഈ 3 രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിനകത്ത് 3 എണ്ണത്തിൽ ഫസ്റ്റിലത്തെ അറ്റംപ്റ്റിൽ വർക്കാവാത്തവർ അവിടെ തന്നെ എല്ലാം ഉപേക്ഷിക്കുക. ഓക്കെ, ബാക്കിയുള്ളത് ക്രാഷ് ഇഷ്യൂ ഉള്ളവർ എന്ത് ചെയ്യാൻ ലാസ്റ്റ് പറഞ്ഞ ഇഷ്യൂ ചെയ്ത് നോക്കിയാൽ മതി. ബ്ലാക്ക് സ്ക്രീനിന് ആദ്യത്തിൽ നിങ്ങൾ ആ ഫയൽ ഇടുമ്പോൾ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിവൈസിന് മറ്റേ സപ്പോർട്ട് ആവില്ലെന്ന് കാണിക്കുന്നവർ എന്ത് ചെയ്യുക, വേറെ സാമ്പിൾ കൊടുക്കുക. കാരണം നമ്മുടെ ഡിവൈസ് സപ്പോർട്ട് ആവാത്തതുകൊണ്ട് തന്നെയാണ്. പിന്നെ പ്ലേ സ്റ്റോറിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നവർ
പ്ലസ് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ ഒരു കാര്യങ്ങളും പറയാനായിട്ടില്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. എന്നിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും ആ ഒരു ആഡ് പോകും. എന്നിട്ട് താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക, കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ വീണ്ടും ഇതേണക്ക് ഒരു പേജ് വരും. അപ്പോൾ ഈ ഒരു ക്ലിക്ക് ആഡ്സ് അതൊന്ന് പോകുന്ന നേരം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അത് പോയി കഴിഞ്ഞിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക, കണ്ടിന്യൂ അടിക്കുക. നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് അത് പോകുന്ന നേരം ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ കണ്ടിന്യൂ അടിക്കുക, മൂന്നാമത്തെ പേജ് വരും. ഇവിടെ ഒരു ടൈമർ കാണും. ആ ടൈമർ റണ്ണായി തീരുന്ന വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക, കണ്ടിന്യൂ അടിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഫൈനൽ പേജിലോട്ട് എത്തും. അവിടെ ഗെറ്റ് ലിങ്ക് എന്ന് അടിക്കുക. ഗെറ്റ് ലിങ്ക് എന്ന് അടിക്കുക, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സ്ഥലത്തെത്തും. അവിടെ ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ ബ്രൗസർ ഒന്ന് ചെക്ക് ചെയ്യും. ജനറേറ്റ് ലിങ്ക് അടിക്കുക. ലിങ്ക് ജനറേറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡിന് കൊടുക്കുക. ഇത്രയും.